നല്ലത്. ഇനിയും നമ്മൾ വിചാരിക്കും ഇവരെല്ലാവരും വിവരദോഷികളാണോ? അല്ല, വിവരമുള്ള മഹാപുരോഹിതന്മാരും ഇവർക്കിടയിലുണ്ട്. ഒരു മതപണ്ഡിതന്റെ പ്രഭാഷണം ഞാൻ കേട്ടു, ഞാൻ നിങ്ങളെയും കേൾപ്പിക്കാം. നമ്മൾ ഇന്നാൾ പോയ അവിടുന്ന് കണ്ട അവസാനമാണ് ശാന്തിഗിരി ആശ്രമം. എന്തോ ഒരു ശാന്തിഗിരി ഇത്രയും വലിയൊരു ആശ്രമത്തിൽ നിന്ന് ഒരു ബാങ്ക് കൊടുക്കാനുള്ള നോമ്പ് തുറക്കുന്നതിൽ പുറമെ ബാങ്ക് കൊടുക്കാനുള്ള ഒരു വിശാല മനസ്സ് പോലും അവർ കാണിച്ചു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു നോമ്പ് തുറ വേദിയിൽ അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കേണ്ട വേദിയിൽ നമുക്കൊരു കൃഷ്ണന്റെ ഫോട്ടം വെക്കാൻ കഴിയുമോ? അല്ല, അയ്യപ്പ സ്വാമിമാര് വരുന്നതാണ്, അല്ല അസാമി ഈ മണ്ഡലകാലാണ്. ശരി, നമുക്കൊരു ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാഭാവോ ശാസ്ത്രേ തുഭ്യം നമോ നമ ഒരു മന്ത്രം ചൊല്ലിട്ട് നമ്മളൊരു മൗലൂദിന്റെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ ഒരു ബാലന്റെ ഇടയിൽ നമുക്ക് ഇതുപോലെ അംഗീകരിക്കാൻ പറ്റുമോ? ഇത് ക്രിസ്ത്യാനി ഒരു അമ്പലത്തിൽ ബാങ്ക് വിളിക്കാനും നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഒരുക്കാനും ഹിന്ദുക്കൾക്ക് കഴിഞ്ഞു. കാരണം ഹിന്ദുക്കള് ലിബറൽ ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ വളരുന്നവരാ. അവരുടെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി അവർ മാനസിക വികാസമുള്ളവരാ. ആ മഹാപുരോഹിതൻ ചോദിക്കുന്നത്, ആ ഉസ്താദ് ചോദിക്കുന്നത്, നമുക്ക് പറ്റുമോ ഒരു രാമന്റെയോ കൃഷ്ണന്റെയോ ചിത്രം നമ്മുടെ പള്ളിക്കകത്ത് വയ്ക്കാൻ? മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും അമുസ്ലിങ്ങളുടെ ഒരു ആരാധനയെ വിശ്വാസത്തെ ബഹുമാനിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പൊ രണ്ട് കൂട്ടരുടെ ഈ സെമിറ്റിക് വൈദേശികമായ ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെയാലും ഇവരുടെ എല്ലാ ആചാരങ്ങളും ഇവിടുത്തെ ഹിന്ദു എന്ന സംസ്കാരക്കാർക്ക് പറ്റുള്ളൂ. അത് RSS ആയാലും ശാന്തിഗിരി ആശ്രമമായാലും മാതാമൃതാനന്ദമായാലും ശ്രീ ശ്രീ രവിശങ്കർജി ആയാലും സത്യസായിബാബ ആയാലും സ്വാമി നാരായണ ആശ്രമക്കാരായാലും ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരായാലും ഹിന്ദുക്കളെ എല്ലാ വിഭാഗക്കാർക്കും ഒരു പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റും. അത് സംഘപരിവാറിനടക്കം RSSനടക്കം എല്ലാവരും. കാരണം എന്താ പറയുക, ഇവരുടെ കിതാബിലുള്ളത് ആനോ ഭദ്രഹ കൃതവോ എന്തുഷതാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അല്ലയോ ദൈവമേ നല്ലമായ ചിന്തകൾ, ഭദ്രമായ നല്ല ചിന്തകൾ, നല്ല നല്ല ചിന്ത എന്നിലേക്ക് പ്രയോഗിക്കട്ടെ എന്നാ. അങ്ങനെ ഈ ഇന്ത്യയിലേക്ക് കമ്മ്യൂണിസം മതവും യുദ്ധം വഴിയല്ല, ഈസായിസം മതവും യുദ്ധം വഴിയല്ല, മുഹമ്മദീസം മതവും യുദ്ധം വഴിയല്ല. പക്ഷെ ഈ ഈസായിസും എങ്ങനെയുണ്ട്? മറ്റൊരു മതങ്ങളും ഡെവലപ്പായത് യുദ്ധം വഴിയല്ല, ചോര ചിന്തയിട്ടും ആയുധങ്ങൾ എടുത്തിട്ടുമല്ല. പക്ഷെ ഇസ്ലാം എന്ന സമാധാനത്തിന്റെ മതം മാത്രം സ്ഥാപിതമായത് ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ജീവനും ജീവിതവും അവരുടെ ദീനരോധനങ്ങളുടെയും മേലെയാണ്. പശ്ചിമേഷ്യയിൽ ആവിർഭവിച്ച കാലത്ത് അവിടുന്ന് ഓടിച്ചുവിട്ട് സകല സമൂഹത്തെയും, അതായത് സമാധാനത്തിന്റെ മതമായ മുഹമ്മദിസം വന്നപ്പോൾ അവിടുന്ന് സമാധാനം മൂത്തപ്പോൾ അവിടുന്ന് അവിടെ ആൾക്കാർ ഓടിച്ചു. ഈസായിസം സ്നേഹത്തിന്റെ ഈസായിസം വന്നപ്പോൾ അവിടുന്ന് സ്നേഹം മൂത്തപ്പോൾ അവിടുന്ന് ആൾക്കാർ ഓടിച്ചു. ക്നാനായവരെ ഓടിച്ചു. ഈജിപ്തിൽ നിന്ന് ബഹായികൾ ഓടിച്ചു. ഇജാസ് സൗദി അറേബ്യ ഭാഗത്ത് നിന്ന് സയ്യിദന്മാരെ ഓടിച്ചു. യമന് ക്നാനായ ക്രൈസ്തവർ ഓടിച്ചു. ഇറാഖിൽ നിന്ന് സൂഫികൾ ഓടിച്ചു. യമന് പാർസികൾ ഓടിച്ചു. ഈ സൗദി തന്നെ അമീർ എന്നൊരു വിഭാഗത്തെ ഓടിച്ചു. കോപ്റ്റികളെ ഓടിച്ചു. ഇങ്ങനെ യസീദികളെ ഓടിച്ചപ്പോൾ ബാക്കി കുറച്ചുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ അഹമ്മദിയാക്കള് ഖാദികളെ ഓടിച്ചു. ഈ ഓടിച്ച സകല ജനവിഭാഗങ്ങളും ഓടിയ ഓട്ടം ഈ പാലായനം ചെയ്തും അവിടുന്ന് കൊന്നൊടുക്കും ബാക്കിയുള്ള ആളുകൾ ഓടിയ ഓട്ടം അവസാനിച്ചത് നമ്മളെ ഭാരതത്തിലാണ്. ഇന്നും നമ്മളെ ഭാരതത്തിൽ ഈ ഹിന്ദു ഭൂരിപക്ഷ മഹാനാട്ടില് ഞാൻ ഈ പറഞ്ഞ എല്ലാ വിഭാഗങ്ങളും റസൂലുള്ളാഹിന്റെ നേർ പരമ്പരയായിട്ടില്ല, അലി റളിയല്ലാഹുവിന്റെ പരമ്പരയിൽപ്പെട്ട ഫാത്തിമാവിയുടെ നേർ പരമ്പരയിൽപ്പെട്ട സയ്യിദന്മാരിന്ന് ലോകത്ത് കാണുന്ന ഇവിടെ വരണം. സൂഫികളെ കാണുന്ന ഇവിടെ വരണം. ഇറാനിലെ പാർസികളെ കാണുന്ന ഇവിടെ വരണം. അങ്ങനെ ലോകത്തിലെ എല്ലാ വിഭാഗത്തിനും റഹ്മത്തുമാനെ നമ്മളെ നാട്ടിലെ സ്വീകരിച്ച് ഇപ്പൊ നിങ്ങൾ ഇത് അയച്ചെന്നല്ലോ. അന്ന് നമ്മളവിടെ പോയി ആശ്രമത്തിന്റെ നമ്മുടെ റഹ്മത്തുള്ള അല്ല മറ്റേ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ടായിരുന്നു, നമ്മള് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഭാഗം വാങ്ങി പോയതിനു ശേഷം നുഴഞ്ഞു കയറിയ ആളുകൾ അവരിവിടെ വന്നു. കേരളത്തില് മാലിക് ബ്രദിനാറും കൂട്ടരും ഒക്കെ വന്ന ചരിത്രങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോ ഒരു കാളി ക്ഷേത്രത്തിനു വേണ്ടി അതുണ്ടാക്കാൻ വേണ്ടി വെച്ചിരുന്ന കട്ടളയും കഴുക്കോലും ഒക്കെയാണ് പള്ളികൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി ഹിന്ദുക്കൾ വാരി കൊടുത്തതെന്ന്. ഹിന്ദുക്കൾ അങ്ങനെ വാരി കൊടുത്തതിന്റെ പേരിൽ അവർക്ക് എന്ത് സംഭവിച്ചു? 1921 അരജീവനായും കാൽ ജീവനായും മുക്കാൽ ജീവനായും തുവൂർ കിണറ്റിനകത്ത് കിടന്ന് നിലവിളിക്കേണ്ടി വന്നു. ഇവർ ആധിപത്യം സ്ഥാപിച്ചു.
ഇവർക്ക് എവിടെ പോയിരുന്നാലും ശരി ഇവരു മാത്രമായിരിക്കണം ഓൾ ഇൻ ഓൾ. ഇവർക്ക് ആധിപത്യം വേണം, ഇവർക്ക് അടക്കി ഭരിക്കണം, ഇവർക്ക് മേലെ ഒരാളും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് പല രാജ്യങ്ങളിലും അഭയാർത്ഥികളായി വലിഞ്ഞു കയറി ചെന്നിട്ട് ഇവര് പലതും ഓരോ രാജ്യങ്ങളിൽ കാണിച്ചു കൂട്ടുന്നത് നമ്മൾ കാണുന്നില്ലേ? ആ രാജ്യം ഇവർക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തെ, മനുഷ്യാവകാശത്തെ ദുരുപയോഗം ചെയ്ത് പബ്ലിക് റോഡിൽ മുസല്ലയിട്ട് നമസ്കരിച്ചവരുടെ ഗതാഗതം തടസ്സപ്പെടുത്തി. അവർക്ക് പാർക്കുകളിലോ ബീച്ചുകളിലോ ഒന്നും സ്വസ്ഥമായി സന്തോഷത്തോടുകൂടി കുടുംബമായി അവരുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചിട്ട് പോലും പോയി ആസ്വദിക്കാനോ സന്തോഷിക്കാനോ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായത് ഇവരവിടെയൊക്കെ പോയിട്ട് ആധിപത്യം സ്ഥാപിച്ചത് കൊണ്ടാണ്. മനസ്സിലായോ? എവിടെയായിരുന്നാലും ശരി ഇവര് മര്യാദയ്ക്ക് ജീവിക്കില്ല എന്നു മാത്രമല്ല, ഇവരൊരാളെയും മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ അനുവദിക്കത്തുമില്ല. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇവരെ ഓടിക്കുന്നത്. അവർക്കൊന്നും ഇവരെ വേണ്ടാത്തത് അതുകൊണ്ടാണ്. എന്റെ കയ്യിൽ വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഇവര് കുറ്റിയും പറിച്ചുകൊണ്ട് ഓടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കണ്ടില്ല? ഇതൊന്നും പറയണമെന്ന് പ്രതീക്ഷിക്കുന്നതല്ലേ, എന്നാലാണല്ലോ നമുക്കിത് എടുത്തു വെക്കാൻ പറ്റുക. ഞാൻ ഇതൊക്കെ സാന്ദർഭികമായിട്ട് ഓർക്കുന്നത്, ഇതൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, എവിടെയോ ഫയലിലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ഉസ്താദ് പറയുന്നത് ഓരോ രാജ്യത്തും ഇവര് കയറി ചെന്നിട്ട് അവിടെ ഇവർക്ക് അഭയം നൽകിയ സമാധാനത്തോടെ ജീവിച്ച ആളുകളെയൊക്കെ ചവിട്ടി പുറത്താക്കലായിരുന്നു ഇവരുടെ ജോലി. എന്നിട്ട് ഇവര് സ്വയം വിലപിക്കുവാണ് ഇവര് എയറിലാണെന്ന്. എയറിലല്ലേ ഇപ്പൊ ആയിട്ടുള്ളൂ, ഇനി സ്പേസിലേക്ക് പോകാൻ തയ്യാറായിരുന്നു. കണ്ട എനിക്ക് അയച്ചെന്ന് ഇത് ഫോർവേഡ് ചെയ്യണമല്ലോ. ഇത് അയച്ചെന്നോലും ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒരു ഹിന്ദുക്കളിലെ ഒരു മഹാപ്രസ്ഥാനക്കാർക്ക് ഇതിനെ ഇത്ര ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ എന്തുകൊണ്ട് അല്ലെങ്കിലും ഹിന്ദുക്കൾക്കാണെങ്കിലും ക്രിസ്ത്യാനികൾക്കാണെങ്കിലും മുസ്ലിങ്ങളെ ഉൾക്കൊള്ളാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ മുസ്ലിങ്ങൾക്കാണ് മറ്റുള്ളവരെ മനുഷ്യരായിട്ട് പോലും ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്. കാരണം അവരെ നിയന്ത്രിക്കുന്നത് ഈ മതഭീകരതയാണ്, മത തീവ്രവാദമാണ്. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകമാണ് അവരെ നിയന്ത്രിക്കുന്നത്. പക്ഷേ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും നിയന്ത്രിക്കുന്നത് മാനവികതയാണ്, മനുഷ്യത്വമാണ്. അവരെയും സമഭാവനയോടുകൂടി കാണണം എന്ന ചിന്താഗതിയാണ്. ലോകമേ തറവാടു തനിക്ക്, ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. വളരെ ചെറിയ പ്രായത്തിലെ തന്നെ അങ്ങനെ ജാതി പറഞ്ഞു, മതം പറഞ്ഞു, വിവേചനം പറഞ്ഞു, മതവിദ്വേഷം പറഞ്ഞ് കുട്ടികളുടെ ഫ്രഷ് ബ്രെയിനിലെ വിഷം കലർത്താൻ ഒരിക്കലും ഹിന്ദു കുടുംബങ്ങളോ ക്രിസ്ത്യൻ കുടുംബങ്ങളോ ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ മാത്രം മദ്രസ തലം മുതൽ തന്നെ അന്യവിരോധം, അന്യമത വിരുദ്ധതകൾ പഠിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നതും മറ്റുള്ളവർക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ സാധിക്കുന്നതും. കാരണം